ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് അമ്മ വീട്ടിലില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെ പോകും നമുക്ക് നോക്കാം. രാവിലെ ഇങ്ങനെ പല്ലൊക്കെ തേച്ച് കുറേ നേരം പൂവും ചെടിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ കോളിയാസ് ചെടി ഞാൻ ഇപ്പോൾ എന്നും നോക്കും, കാര്യം പുഴുക്കൾ വല്ലാണ്ട് വരും. പിന്നെ വന്ന് കുറച്ച് കട്ടനൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടു, കാട്ടുചെടിയാണ്, പക്ഷേ കിളച്ച് കിണറ്റിനകത്ത് നിന്ന് ഇപ്പം മീൻ വരെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ട് ഞങ്ങളത് കളഞ്ഞില്ല. പിന്നെ കട്ടനൊക്കെ കുടിച്ച് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള റൈസും എല്ലാം ആഡ് ചെയ്തൊക്കെ കൊടുത്ത്, എന്നിട്ട് ഒരു സോയാബീൻ കറിയും കൂടെ ഉണ്ടാക്കാനൊക്കെ വിചാരിച്ച് അതും ചെയ്ത്. പക്ഷേ സ്പൈസസ് ഒക്കെ റൈസിലിടാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റായിട്ട് കൊടുത്തത്. ഒട്ടും പ്രൊഫഷണലൊന്നും അല്ല, ചുമ്മാ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണിത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് അതൊക്കെ അരഞ്ച് മുറിഞ്ഞ് അങ്ങോട്ട് കട്ട് ചെയ്തൊക്കെ വെച്ച്, അപ്പോഴത്തേക്കിന് റൈസ് വെന്ത് അതിനെ മാറ്റി വെച്ച്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ശുദ്ധമായ പശു നെയ്യാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് കാഷ്യൂസും കിസ്മിസും എല്ലാം അങ്ങോട്ടിട്ട് ഒന്ന് വരട്ടിയെടുത്തിട്ട് പച്ചക്കറി എല്ലാം ഇട്ട് നമ്മൾ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ റെഡിയായി. പക്ഷേ പണി കിട്ടിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അരി എടുത്തപ്പോഴാണ് 2 പേർക്ക് കഴിക്കാനുള്ളതിന് പകരം ഇതിപ്പോൾ ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള റൈസായിട്ടുണ്ട്. ഇനിയിപ്പം ഉച്ചക്കത്തേക്കിനുണ്ടാക്കിയ സാധനം തന്നെ ഞങ്ങൾ വീണ്ടും രാവിലെ കഴിച്ചു. കാര്യം രാവിലെ പണി തുടങ്ങിയത്. അപ്പം രാവിലെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട് രാവിലെ അത് തന്നെ കഴിച്ച്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമുക്കത് തന്നെ കഴിക്കാം. അപ്പോൾ നമ്മുടെ സോയാബീൻ കറിയും റെഡിയായി, എല്ലാം റെഡിയായി. അപ്പം മെയിനായിട്ട് നോക്കേണ്ടത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ അളവ് മാറിപ്പോവാതെ നോക്കണം. ഒരറിയിൽ അരി കുറച്ചല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് എടുത്തിട്ടതാണ്. പക്ഷെ അത് ഇത്രയും വലിയ പണിയായിരിക്കുമെന്ന് അറിഞ്ഞില്ല. ഇന്നത്തേടം കൊണ്ട് ഈ സാധനം എന്തായാലും മടുക്കും എന്നുള്ളത് മനസ്സിലായി. കാര്യം അത്രത്തോളം കഴിക്കാനുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പപ്പടമൊക്കെ പൊള്ളിച്ച് കറിയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കഴിച്ചായിരുന്നു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി മെയിനായിട്ട് കഴിക്കേണ്ടുന്ന സാധനം ദൈവനാണ്. പിന്നെ അതോടെ ബാക്കി മുഴുവനും ഞാൻ തന്നെ കഴിച്ചത്. കാര്യം വയ്യടോ, പനിയായിട്ട് ഫുള്ള് സൗണ്ടൊക്കെ പോയി, അടിച്ചു പോയി. ഇത്രയും ഡോളോ ഞാൻ തന്നെ കഴിച്ച് തീർത്തിട്ടും എന്നെ പരിമാറിയില്ല. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.